സംസ്ഥാനത്ത് അരിവില കുതിച്ചു വരുമ്പോൾ ഭാരത് റൈസിനെ രാഷ്ട്രീയവൽക്കരിച്ച് LDF. സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന പദ്ധതി എതിർത്ത് പിണറായി സർക്കാർ. പൊതുവിപണിയിൽ 50 രൂപയിലധികം വിലയുള്ള സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ കുറഞ്ഞ നിരക്കിൽ അരി നൽകുന്നത്. കേന്ദ്ര സർക്കാർ സഹായത്തെ തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ വിമർശിച്ചത്. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭക്ഷ്യ വിതരണത്തിൽ സംസ്ഥാനങ്ങൾ ആവശ്യമായ സപ്പോർട്ട് കൊടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ് വെറും രാഷ്ട്രീയ കളിക്ക് തൃശ്ശൂരിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാ കേരളത്തിൽ ഈ തിരക്ക് കൂട്ടിയത്? പൊതുവിതരണ ശൃംഖലയിലൂടെ മാത്രം കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടല്ലോ, ഒരു വകുപ്പുണ്ടല്ലോ, കേന്ദ്രത്തിലും അതേ ഭക്ഷ്യവകുപ്പുണ്ട്, ഗവൺമെൻറ്റുമുണ്ട്. എന്താ ചെയ്യേണ്ടത്? ആ ഗവൺമെൻറ് സംസ്ഥാനത്തെ ഗവൺമെൻറ്റിലൂടെയാണ് പദ്ധതികൾ നടപ്പാക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ ഒരു വിതരണ ശൃംഖലയും ഇല്ലാത്ത മാർക്കറ്റിലേക്ക്, റോഡിലേക്ക് പൊതു കച്ചവടക്കാരൻ, സ്വകാര്യ കച്ചവടക്കാരൻ ചെയ്യുന്നത് പോലെ മോഡിയുടെ പടവും വെച്ച് അരി വിതരണം ചെയ്യുന്ന രീതി കേരളത്തിനും രാജ്യത്തിനും യോജിച്ചു. വിവരങ്ങൾ നൽകാൻ പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, ഈ റേഷൻ സംവിധാനം തകർക്കുന്ന, സപ്ലൈകോയെ തകർക്കുന്ന, സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ നൽകാത്ത സർക്കാരാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി GR അനിൽ ഭാരത് റൈസിന്, അത് സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു നീക്കത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത്. എന്തൊക്കെയാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞത്? ലക്ഷ്മി, തീർച്ചയായും സാധാരണക്കാർക്ക് ഏറ്റവും ഗുണകരമാകുന്നൊരു പദ്ധതിയാണ് ഈ ഭാരത് റൈസ്. നമുക്കറിയാം ഈ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ അരിവിലയുടെ അവസ്ഥ, അവശ്യ സാധനങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ വിലകൾ അരിവിലയിൽ ഏകദേശം കിലോയ്ക്ക് 60 രൂപയ്ക്ക് മുകളിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ട്. ഈ അവസ്ഥയിലാണ്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഭാരത് റൈസ് വിപണിയിലേക്ക് എത്തുന്നത്. അതും മന്ത്രി GR അനിൽ പറഞ്ഞത് ഇത് പൊതുവിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് ഇത്തരം വിപണനമെന്നാണ് പറഞ്ഞത്. എന്നാൽ അത് തെറ്റാണ്. അതായത് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോർപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ വഴിയും അതുപോലെ തന്നെ കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള NAFED വഴിയും ഒക്കെയാണ് ഇത് ഈ അരി വിതരണം ചെയ്യുന്നത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപക കുപ്രചരണങ്ങളുമായി സർക്കാർ തന്നെ, അല്ലെങ്കിൽ ഇടതുപക്ഷം തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ മുഴക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടാണ് ഈ അരി വിതരണത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഈ അരിവില കുതിച്ചു വരുന്ന സാഹചര്യമുണ്ട്. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കാത്തൊരവസ്ഥ വരുന്നുണ്ട്. സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. നമുക്കറിയാം, നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഈ സപ്ലൈകോയിലടക്കം സാധനങ്ങളില്ലാത്ത ആളുകൾ മടങ്ങുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സിഡി ഇനത്തിൽ ലഭിക്കേണ്ട സാധനങ്ങൾ പോലും ലഭിക്കാത്തൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരവസ്ഥയിൽ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ ഭാരത് റൈസ്, കേന്ദ്രത്തിൻ്റെ സഹായ പദ്ധതിയായ ഭാരത് റൈസ്, കുറഞ്ഞ ചെലവിൽ അരി ലഭ്യമാക്കുന്ന പദ്ധതി കേരളത്തിലേക്ക് എത്തുന്നത്. ഏകദേശം 1 കിലോയ്ക്ക് 29 രൂപയാണ് ഭാരത് റൈസ് വിപണിയിലേക്ക് എത്തുന്നത്. അതും 5 കിലോ 10 കിലോ പാക്കറ്റുകളായി ഉപഭോക്താക്കൾക്ക് വാങ്ങുവാനും ഒക്കെ സാധിക്കുന്ന അങ്ങനെയുള്ളൊരു പദ്ധതിയെ, വളരെ ജനോപകാരപ്രദമായ ഒരു പദ്ധതിയെ എതിർക്കുന്നൊരു നിലപാടാണ് ഇപ്പോൾ ഭക്ഷ്യമന്ത്രി തന്നെ സ്വീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പൊതു നിലപാടിൻ്റെ ഭാഗമായിട്ട് വേണമെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇത്തരത്തിൽ ഒരു സഹായം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കിട്ടുന്ന സഹായത്തെ എതിർക്കുന്നത്, പദ്ധതി ഗുണകരമല്ല എന്ന രീതിയിൽ ഒക്കെയാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അതായത് പൊതുവിതരണ ശൃംഖല വഴിയല്ല ഇത് വിതരണം ചെയ്യുന്നതെന്നാണ്. തെറ്റായ വിവരങ്ങൾ നൽകി, അല്ലെങ്കിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നടത്തുന്ന ശ്രമം, അതിനെങ്ങനെ കാണാൻ സാധിക്കൂ? പ്രശാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.